നമസ്കാരം. മണിപ്പൂരിലെ എൻ ബീരൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിന് പിന്തുണ പിൻവലിച്ച് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ്. ജെ.ഡി.യുവിന്റെ ഏക എം.എൽ.എ മുഹമ്മദ് അബ്ദുൽ നാസർ ഇനി പ്രതിപക്ഷ ബെഞ്ചിലിരിക്കും. സർക്കാരിന്റെ സ്ഥിരതയ്ക്ക് ജെ.ഡി.യുവിന്റെ പിന്മാറ്റം ഭീഷണിയല്ലെങ്കിലും കേന്ദ്രത്തിലെയും ബീഹാറിലെയും തങ്ങളുടെ മുഖ്യ സഖ്യകക്ഷിക്കുള്ള ജെ.ഡി.യുവിന്റെ ശക്തമായ സന്ദേശമാണിത്. മേഘാലയയിൽ അധികാരത്തിലിരിക്കുന്ന കോൺറാഡ് സാഗ്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി ബീരൻ സിംഗ് സർക്കാരിന് പിന്തുണ പിൻവലിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ സംഭവ വികാസം. മണിപ്പൂർ വിഷയത്തിൽ ബി ശക്തമായ നിലപാടെടുക്കാനുള്ള സന്ദേശമാണ് നിതീഷ് കുമാർ നൽകിയിരിക്കുന്നത്. 2022 മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ഡി.യു 6 സീറ്റുകൾ കരസ്ഥമാക്കിയിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം 5 എം.എൽ.എമാർ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതോടെ ഭരണകക്ഷിക്ക് ബലം കൂടി. 60-അംഗ സഭയിൽ നിലവിൽ ബി.ജെ.പിക്ക് 37 എം.എൽ.എമാരുണ്ട്. നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ 5 എം.എൽ.എമാരും 3 സ്വതന്ത്രരും പിന്തുണ നൽകുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് ഭീഷണിയല്ല. മണിപ്പൂരിലെ ജെ.ഡി.യു അധ്യക്ഷൻ സർക്കാരിന് പിന്തുണ പിൻവലിച്ച വിവരം ഗവർണർ അജയ് കുമാർ ഭല്ലെ ഔദ്യോഗികമായി അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ഡി.യു 12 സീറ്റ് നേടിയിരുന്നു. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നതോടെ പിന്തുണയുമായി എത്തിയ മുഖ്യ സഖ്യകക്ഷികളിൽ ഒന്നാണ് ജെ.ഡി.യു. ബീഹാറിലും ജെ.ഡി.യുവും ബി.ജെ.പിയും സഖ്യകക്ഷികളാണ്. ബീഹാറിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മണിപ്പൂരിലെ പിന്മാറ്റം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാണ്. ഇന്ത്യ മുന്നണിയിലെ മുഖ്യ കക്ഷിയായിരുന്ന ജെ.ഡി.യു കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. മറുകണ്ഠം ചാടലിന് കുപ്രസിദ്ധനായ നിതീഷ് കുമാറിന്റെ നീക്കങ്ങൾ ബി.ജെ.പി ആശങ്കയോടെയാണ് കാണുന്നത്.